നമ്മുടെ ഡാപ്പിൽ തറവാട് ശ്രീ മുത്തപ്പൻ ഗുരുക്കൾ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 17-18 തീയതികളിൽ നല്ല ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം തന്നെ അന്ന് സുബ്രഹ്മണ്യ പൂജയ്ക്ക് ആണ്ടിയൂട്ടുണ്ട്. അന്ന് നമ്മൾ കൊല്ലം തോറും നടത്തി വരുന്ന അന്നദാനങ്ങളും എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കാനും ഒക്കെ എല്ലാവരും സഹകരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. 18-ാം തീയതി നമ്മുടെ ഉത്സവം. അന്ന് രാവിലെ ഗണപതി ഹോമം, പിന്നെ രാവിലത്തെ ഉഷപൂജ, ഉച്ചപൂജ, അത് കഴിഞ്ഞ് കലശം പുറപ്പാട്, അത് താലപ്പൊലിയോട് കൂടിയുള്ള ഭഗവതി വെള്ളാട്ട്, അത് കഴിഞ്ഞ് ഭഗവതി തറ. അങ്ങനെ നമ്മുടെ കൊല്ലം തോറും നടത്തി വരുന്നത് പോലെ തന്നെയുള്ള പരിപാടികളാണ് ഇക്കൊല്ലം ഉള്ളത്. വേറുള്ള അമ്പലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മുത്തപ്പൻ ഗുരുക്കൾ, ഈ ഗുരുക്കളും മുത്തപ്പനും തമ്മിൽ വലിയ സ്നേഹിതന്മാരായിരുന്നു. അങ്ങനെ എന്തോ സംഘടനത്തിൽ ഗുരുക്കൾ മരിച്ചപ്പോൾ ഗുരുക്കളെ മുത്തപ്പൻ ഇവിടെ പ്രതിഷ്ഠിച്ച്, അങ്ങനെ മുത്തപ്പനും ഗുരുക്കളും ഒരേ റൂമിൽ തന്നെയാണ് ഉള്ളത്. ഒരേ മണ്ഡപത്തിലാണ് മുത്തപ്പനും ഗുരുക്കളും പിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം രണ്ടുപേർക്കും ഒരേ രീതിയിൽ രണ്ട് രീതിയിലുള്ള നിവേദ്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. മുത്തപ്പന് കുരിക്കൽക്കാണ് പിന്നെ തൊണ്ടയിൽ പൂജ നടക്കുന്നത്. മുത്തപ്പന് സാധാരണയുള്ള പൂജയും. പിന്നെ അവരെ ഒരു ഉപദേവതയായിട്ട് ഭഗവതി ഉണ്ട് ഇവിടെ. പിന്നെ മുത്തപ്പൻ്റെ പിന്നെ ഗുളികൻ, കുട്ടിച്ചാത്തൻ, ഭൈരവൻ അങ്ങനെ തുടങ്ങിയ ഉപദേവതകളും അവരെയും ആരാധിച്ചു പോരുകയാണ്. തറവാട്ടുകാരനോട് പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ആരാധനയാണ് ഈ ശൈലിയിൽ. ഇപ്പം ഇവിടെ ഈ പരിസരത്തൊന്നും ഇതേപോലത്തെ കാവുകളും ക്ഷേത്രങ്ങളൊന്നുമില്ല. പറഞ്ഞത് ഞങ്ങള് ഇവിടെ പൂർവിക കാലത്ത്, അന്നത്തെ കാലത്തെ നാടുവാഴികൾ ഞങ്ങളെ ഇവിടേക്ക് വരുത്തിച്ചതാണ്. അന്ന് നാടുവാഴികള് കാലത്ത് പടവെട്ടാൻ വേണ്ടിയിട്ട് വന്ന പടനായകന്മാരാണ് ഞങ്ങള്. അപ്പൊ അതിൽ ഞങ്ങളെ കാരണവരായിരുന്നു ഈ മുത്തപ്പൻ എന്ന് പറഞ്ഞ ആള്. ഈ മുത്തപ്പന്റെ കൂടെ 4 പേര് വേറെയും സഹപാഠികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് ഞങ്ങളെ സമുദായക്കാരനല്ല. പക്ഷെ അവര് രണ്ടെന്ന ഭാവം ഇല്ലായിരുന്നു. ഒരേ ശൈലി, ഒരു പാത്രത്തിലുണ്ടും ഒരു പായൽ ഉറങ്ങി എന്ന് പറഞ്ഞ ശൈലിയിലിരുന്നവരെ ജീവിതശൈലികൾ. അങ്ങനെ കിഴക്ക് ഭാഗത്ത് അവിടെ ഉള്ളാളമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തറ്റം പോയിട്ട് ഒരു പടവെട്ടാൻ പോയതിൽ ഈ മുത്തപ്പൻ അവിടുന്ന് വെട്ടുപറ്റി, വെട്ടുപറ്റി വയറിന് മുറി പറ്റിയിട്ട് അവിടുന്ന് കച്ച കെട്ടിയിട്ട് ഇവിടെ തറവാട്ട് മുറ്റത്ത് വന്ന് കച്ച വെച്ചതിന് ശേഷം മരിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് പിന്നെ ഞങ്ങളൊരു ദേവചൈതന്യമായി മാറി അയാളെ ഒരു മണ്ഡപത്തിൽ കുടിവെച്ച് ആരാധിച്ച് സ്ഥാപിച്ച് വരുന്ന ശൈലിയാണ് ഞങ്ങളെ ആരാധന ശൈലി. അതോടുകൂടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഗുരുക്കൾ എന്ന് പറഞ്ഞ ആളും ഇങ്ങനെ കാലം നീങ്ങിയപ്പം ഇയാളെ കൂടെ തന്നെ ഒന്നിച്ച് ഒരകത്തരും തന്നെ പ്രതിഷ്ഠ നടത്തണമെന്നും ഒന്നിച്ച് ആരാധിച്ച് പോരണമെന്നും ഒന്നിച്ച് നിവേദ്യം കഴിക്കണമെന്നും ആണ് പിന്നീട് ഉണ്ടായ വെളിപാട് ഉണ്ടായത്. അപ്പൊ അങ്ങനെ രണ്ടാൾ ഒന്നിച്ചിരുന്നിട്ട് ഒരേ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിച്ചിരുന്നിട്ട് ഒരേ സമയത്ത് നിവേദ്യം കഴിക്കുന്നത്. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടല്ല ഒരാൾക്ക് കൊടുക്കുക, രണ്ടാൾക്കും ഒരേ സമയത്ത് തന്നെ വേണമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാൾ ഒന്നിച്ചിരുന്നിട്ട് ആണ് രണ്ടാൾക്കും നിവേദ്യം കഴിക്കുക. രണ്ടാൾക്കും 2 ശൈലിയിലാണെന്നുള്ളൂ. അപ്പം ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തൊരു പ്രധാന വഴിപാടുണ്ട് ഇവിടെ, തൊണ്ടവിൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇളർന്ന് വെട്ടിയിട്ട് അതിൽ അവിലും ശർക്കര കൂടി കുഴച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം നിവേദ്യമാണ്. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ ഈ മുത്തപ്പൻ അന്ന് ഉപാസിച്ച് പോന്നിരുന്ന ഒരു ഭഗവതി ഉണ്ട്. ആ ഭഗവതി സ്വയംഭൂവായിട്ട് വന്നതാണ് ഇവിടെ. ഈ ഭഗവതി ഇതേപോലെ തന്നെ ഇവിടെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ വലത്തുഭാഗത്ത് ആയിട്ടുണ്ട്. പിന്നെ അവരെ ഒരു ഉപദേവതയായിട്ടുണ്ടായിരുന്ന കുട്ടിച്ചാത്തൻ, ഗുളികൻ, ഭൈരവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു മൂർത്തികൾ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഈ പരിസരത്തൊന്നും ഇല്ലാത്ത വേറെ ദേവതയും കൂടി ഉണ്ട് ഇവിടെ, പാതാളക്കാപ്പിരി എന്ന് പറയും. അതിപ്പോ ഈ ഇടക്കാലത്ത് ചിലർക്കൊക്കെ അറിയാം പാതാളക്കാപ്പിരി ആരാന്നുള്ളത്. അല്ലാതെ കുറച്ചാലും മുന്നേ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. എന്താ വെച്ചാൽ ഒടിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പാതാളക്കാപ്പിരി ആരാനുള്ളത് ആളുകൾക്ക് ബോധ്യം വന്നത്. അപ്പൊ ഇത് പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ള ഒരു പ്രത്യേക മൂർത്തിയാണ്. അപ്പോൾ ആ മൂർത്തിനെ ഞങ്ങൾ ഏതൊരു കാരണവർ ഉപാസിച്ച് പോന്നിരുന്നു. അയാളെ പിന്നീട് ഇവിടെ ആ മൂർത്തിനെ പിന്നെ ഇവിടെ സ്ഥാപിച്ച് ആരാധിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂർത്തിയും കൂടെ
ഇവിടെ ദേവത കൂടെ സങ്കല്പം ഇവിടെ ഉണ്ട്. പിന്നെ നാഗക്കോട്ട ഉണ്ട്. അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിനെ ഇവിടെയുള്ള ഞങ്ങൾ കുടുംബത്തിലുള്ള കാരണവര് അന്ന് ഉപാസിച്ച്, ഇവരൊക്കെ ഈ ഉപാസിച്ച് കൊണ്ടുവന്നതാണ് ഞങ്ങള്. അപ്പം ഈ ഉപാസിച്ച് സ്ഥിരമായിട്ട് അയാൾ പഴനി സന്യാസിയായിട്ടും ഇതായിട്ട് കൊണ്ടുനടക്കുന്നതായിരുന്നു. അപ്പൊ അയാളെ മരണശേഷം ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം ഇവിടെ കൂടി വന്നതിൽ ഇയാളെ മരണശേഷം സമാധിയിരുത്തി പിന്നീട് ഈ സുബ്രഹ്മണ്യസ്വാമിന്റെ പ്രതിഷ്ഠ വെച്ചാരാധിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലക്കാട് നിന്നുള്ള ആണ്ടി പൂജാരിമാരെന്ന് പറയും, അവരെ വന്നിട്ടാണ് അവിടെ സുബ്രഹ്മണ്യ പൂജ നടത്തുന്നത്. അപ്പോൾ അതും ഈ പരിസരത്ത് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ നമ്പൂരിമാരെ വിളിച്ചിട്ടാണ് പൂജ കഴിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഈ ആണ്ടി പൂജ നടക്കുന്നതും കൂടെ പ്രത്യേകത ഉണ്ട്. അപ്പൊ അത് ഈ ആണ്ടി പൂജയ്ക്ക് എല്ലാവരും ക്ഷണിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയോട് കൂടിയിട്ടാണ് അത് നടത്തുക. അത് ഈ ഉത്സവത്തിന്റെ തലേ ദിവസം ഉച്ചയോട് കൂടി അതുണ്ടാവും. പിന്നെ തലേ ദിവസം കുറച്ച് കലാപരിപാടികളുണ്ട് വൈകിട്ട്. പിന്നെ പിറ്റേന്നാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ഉത്സവം തിറ. അപ്പോൾ അതിൽ നേരത്തെ കാരണവര് പറഞ്ഞ രീതിയിൽ ഒരുവിധം എല്ലാ തരവും വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ കലശം പുറപ്പാട് ഉണ്ടാവുക. അപ്പോൾ ഈ കലശം പുറപ്പാടോടുകൂടി കലശമായിട്ട് തിരിച്ചു വരുന്നതോടുകൂടി ഭഗവതി വെള്ളാട്ട് മഞ്ഞൾ താൽപ്പലി എന്ന് പറയും. അതോടുകൂടി സന്ധ്യാവളക്കോട് കൂടിയാണ് ഈ മഞ്ഞൾ താൽപ്പലി കയറുക. അത് കഴിഞ്ഞ് മുത്തപ്പൻ ഗുരുക്കൾ വെള്ളാട്ട് കഴിഞ്ഞാൽ അതിനോടുകൂടി മുത്തപ്പൻ ഗുരുക്കളും തറ. അത് കഴിഞ്ഞാൽ ഗുളികൻ തറ, കുട്ടിച്ചാത്തൻ തറ, കുട്ടിച്ചാത്തൻ തറ. അതോടുകൂടി നേരം വെക്കുന്നവരുള്ള പരിപാടികളാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു അരിത്താൽപ്പലി ഉണ്ടാവും ഭഗവതി തറയോട് കൂടിയിട്ട്. അങ്ങനെയുള്ള ഉത്സവ ശൈലികളാണ് ഇവിടുത്തത് പ്രത്യേകിച്ച്. പിന്നെ തിങ്കളാഴ്ച രാവിലെ കുടികൂട്ടി നട അടയ്ക്കും. പിന്നീട് അത് 7-ാം പൂജയ്ക്ക് നട തുറക്കുള്ളൂ. ഇവിടേക്ക് ഞങ്ങൾ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ അമ്പലമുറ്റത്തേക്ക് കയറുള്ളൂ. അതുവരെ ഇവിടുത്തെ ദേവതമാരെ വിളയാട്ടാണ് സങ്കല്പത്തിൽ. ഉത്സവം തുടങ്ങുമ്പം ഇതിന് പിന്നെ അവകാശികൾ എന്ന് പറഞ്ഞാൽ 1, 2 ഞങ്ങളെ ഈ ഇതിന്റെ ഒരു ചൈതന്യത്തിന്റെ ഭാഗമായി, ഈ ഗുരുക്കള ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്തൊരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു ഇതിന്റെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന മൂർത്തിഭാവം. ഇപ്പൊ പിന്നെ നിവേദ്യമൊക്കെ ഒന്നിച്ച് 2 ആള് ഒന്നിച്ചുണ്ണ, ഒന്നിച്ചൊരു പായ കിടന്നുറങ്ങുന്ന ശൈലിയായിരുന്നു പറഞ്ഞത്. അതെ. അത് ഇന്നത്തെ കാലത്തെ മൈത്രിന്റെ ഒരു ഭാവമാണ്. നമ്മളത് മതമൈത്രിക്ക് വേണ്ടി നമ്മൾ ചെയ്തതല്ല, ഒരു ആചാരങ്ങൾ ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ മാറി. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സംഗതി കിടാപ്പിൽ തറവാട് ശ്രീ മുത്തപ്പൻ കുരിക്കൻ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം ജനുവരി 17, 18 ശനി ഞായർ തീയതികളിൽ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ആർദ്രമായിട്ട് ഞങ്ങൾ ഈ തിരുമുറ്റത്തേക്ക് ക്ഷണിക്കുന്നു. വേണ്ട സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.